കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കോൺഗ്രസിനുള്ളിൽ ഒരു വിജയപ്രതീക്ഷയുണ്ട് കേരളത്തിൽ. അതിനുശേഷം മുഖ്യമന്ത്രിമാരുടെ തിരക്കാണ്. ആ ലിസ്റ്റ് അങ്ങനെ നീളുകയാണ്. വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല, കെ.സി. വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ്, അടൂർ പ്രകാശ് അടക്കമുള്ള നിരയിലേക്ക് ഇടക്കാലത്ത് കയറി വന്ന ഒരു നേതാവായിരുന്നു ശശി തരൂർ. പക്ഷെ അദ്ദേഹം ഇപ്പോൾ ആ ലിസ്റ്റിൽ നിന്ന് പുറത്തു പോയിരിക്കുകയാണ്. തനിക്ക് മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹമില്ലെന്നാണ് ശശി തരൂർ വ്യക്തമാക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ ആഗ്രഹം മനസ്സിൽ തോന്നിയ കാര്യമാണോ? പിന്നീട് കേരളത്തിലെ നേതാക്കൾ തന്നെ ആ കസേരയിൽ ഇരുത്തില്ല എന്നൊരു ചിന്ത ഉള്ളത് കൊണ്ടാണോ പിന്മാറിയിരിക്കുന്നത്? അദ്ദേഹത്തിന്റെ മൻ കി ബാത്ത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്, ഒരു സംശയമില്ല. പക്ഷെ പറഞ്ഞ സന്ദർഭമാണ്, എന്ത് പറഞ്ഞു എന്നതിനേക്കാൾ പറഞ്ഞ സന്ദർഭമാണ് പ്രധാനം. ഇതുവരെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഇങ്ങനൊരു ആഗ്രഹമില്ല എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല, ഒരു പൊതുവേദിയിലും പറഞ്ഞിട്ടില്ല. ഇന്നലെ ഇപ്പോൾ ഒരു ദേശീയ ദിനപത്രം സംഘടിപ്പിച്ച ലീഡേഴ്സ് ഫോറം എന്ന പരിപാടിയിലാണ് അദ്ദേഹം ഇത് വെളിപ്പെടുത്തിയത്. ഇന്നലെ, അതാണ് പ്രധാനം. ഇന്നലെ എന്ന് പറയുമ്പോൾ പ്രത്യേകത എന്താ? കേരളത്തിലെ കോൺഗ്രസ്സിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സൃഷ്ടിച്ച പ്രശ്നങ്ങൾക്ക് ശേഷം, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന രാഹുൽമാർ എവിടെയും പ്രശ്നമാണ്. രാഹുൽ ഉണ്ടാക്കി വരച്ച പ്രശ്നം കാരണം ഇനി ഒരിക്കലും കോൺഗ്രസ് അടുത്ത കാലത്തൊന്നും കേരളത്തിൽ അധികാരത്തിൽ വരികയില്ല എന്ന് ഉറപ്പായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇദ്ദേഹത്തിന് മുഖ്യമന്ത്രി, കോൺഗ്രസ് ജയിച്ചിട്ട് വേണ്ടേ മുഖ്യമന്ത്രിയാവാൻ? ചുവരുണ്ടെങ്കിലല്ലേ എഴുതാൻ പറ്റൂ. ഇപ്പോൾ ഒരു കോൺഗ്രസ് MP ആയിരിക്കുന്ന ആൾ, അപ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസിലൂടെ മുഖ്യമന്ത്രിയാവാനാണ് ന്യായമായിട്ടുള്ള സാധ്യതയുള്ളൂ. കോൺഗ്രസ് വരാനുള്ള സാധ്യത കഴിഞ്ഞു, പിന്നെ ഇദ്ദേഹത്തിന് എങ്ങനെ മുഖ്യമന്ത്രിയാകാൻ പറ്റും? അദ്ദേഹത്തിന് ആകാൻ ഒരാഗ്രഹം ഉണ്ടായിരുന്നു, അദ്ദേഹം ഇതുവരെ നിഷേധിച്ചിട്ടില്ല. ആരോട് ഒരു ശശി തരൂർ ഉറപ്പിച്ചു കഴിഞ്ഞു 2026 കോൺഗ്രസ് അധികാരത്തിൽ വരില്ല. ലോജിക്കുള്ള ആരും ഇനി അങ്ങനെ വിശ്വസിക്കുകയില്ല. കാരണം അങ്ങനൊരു വന്നു, അത് നാറ്റിച്ചു കളഞ്ഞു. ഈസിയായിട്ട് കൈകാര്യം ചെയ്ത് വിജയസോപാനത്തിൽ കോൺഗ്രസിനത്തുമായിരുന്നു. അപ്പം തന്നെ MLA സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റുക. അതുപോലെ അവരുടെ 2 പേരുണ്ട്, എൽദോസ് കുന്നപ്പള്ളി, അതുപോലെ തന്നെ M. വിൻസെന്റ്. ഈ 2 പേരെയും കൂടെ അതിൽ നിന്ന് അങ്ങ് മാറ്റി നിർത്തിയ അവരുടെ മേലുള്ള ഈ പാപബോധവും പാപക്കറയും അങ്ങ് മാറിക്കിട്ടും. മാറ്റിയത് കൊണ്ട് പ്രത്യേകിച്ച് കേരള രാഷ്ട്രീയത്തിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവരുടെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് അവർ പ്രതിപക്ഷത്താവുകയല്ലോ, അല്ലാതെ തന്നെ പ്രതിപക്ഷത്തിരിക്കുകയല്ലേ. അതിൽ നിന്നിപ്പോൾ 3 MLA പോയത് കൊണ്ട് എന്താ ഇപ്പോൾ ഒരു അവിശ്വാസം പ്രമേയം കൊണ്ടുവന്ന് വിജയിപ്പിച്ച് പിണറായിയെ തള്ളിയിടാൻ പറ്റുന്നുണ്ടോ? ഒരു മാറ്റവും ഉണ്ടാക്കില്ല. ചെറിയ ത്യാഗങ്ങളൊക്കെ ചെയ്ത് തന്നെ വലിയ വിജയങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. വലിയ ത്യാഗങ്ങളൊക്കെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ചെയ്തതിൻ്റെ ഫലമായിട്ടാണല്ലോ നമ്മൾ ഈ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത്. അതുപോലെ ചെറിയ ത്യാഗങ്ങൾ ചെയ്യേണ്ടി വരും. അത് അതിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുക മാത്രമേ ഉള്ളൂ എന്നുള്ളതിന് യാതൊരു വിധമായിട്ടുള്ള സംശയവും ഇല്ലതാൻ. അങ്ങനെ ശക്തി വർദ്ധിപ്പിക്കണം, അതാണ് കോൺഗ്രസ് ചെയ്യേണ്ടിയിരുന്നത്. എന്നിട്ട് മുകേഷിനോട് തുണയുണ്ടോ നിങ്ങൾക്ക്? മുകേഷിനെ ഇതുപോലെ പുറത്താക്കാൻ, AK ശശീന്ദ്രനെ പുറത്താക്കാൻ ചുണയുണ്ടോ എന്ന് ചോദിക്കാനുള്ള തൻ്റെ ഇടം വേണമായിരുന്നു കോൺഗ്രസ്. അതിനുള്ള തന്ത്രം വേണമായിരുന്നു. ആ തന്ത്രം കരുണാകരനെ പോലെ ഒരാളായിരുന്നെങ്കിൽ നടപ്പാക്കിയേനെ കേരളത്തിൽ. അതുപോലെ തന്ത്രശാലികളായിട്ടുള്ള രാഷ്ട്രീയക്കാർ കേരളത്തിലില്ല. ഇതിപ്പോൾ സംഭവം എന്താ? ഇപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം കൂടെ വരിക. ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് അടുത്ത തെരഞ്ഞെടുപ്പ് വരെ ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോയി ഇവരെ നാറ്റിക്കും. തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസമോ പിറ്റേ ദിവസമോ ഇവരെ തെരഞ്ഞെടുപ്പ് പോളിങ്ങിൻ്റെ പിടിച്ച് ജയിലിലിടും. അത് നാറ്റ കേസാവും. വലിയൊരു പെണ്ണ് കേസിലെ പ്രതി എന്നുള്ളതാണ് ജനങ്ങൾ കാണുന്നത്. അല്ല, വി.ഡി. സതീശൻ ബോംബുമായി നടക്കുന്നുണ്ട്, പലരെയും പൊട്ടിക്കുമെന്നാണ് പറഞ്ഞത്. CPM കോൺഗ്രസ് നേതാക്കളെ എല്ലാവർക്കും വച്ചിട്ടുണ്ട്. കാളയും കൊണ്ട് നടക്കുകയാണ്. ഇപ്പൊ കാളക്കാരനായിട്ട് മാറിയത്, കാളക്കച്ചവടക്കാരനായിട്ട് കാളയും കെട്ടി, മൂരിക്കുട്ടനെ കയറും കെട്ടി നടക്കുക. എന്തോ ഒരു ഗതികേട്. ഈ രാഷ്ട്രീയം ഇങ്ങനെ അതപ്പതിക്കുന്നത് കണ്ടിട്ട് വലിയ സങ്കടമുണ്ട്. കൊച്ചു പുസ്തകത്തിലൊക്കെ പറയുന്ന കാര്യങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇതെല്ലാം കൂടെ വെച്ച് പരസ്യമായിട്ട് രാഷ്ട്രീയത്തിലെ ഉന്നത ശീർഷന്മാരായിട്ടുള്ള ആൾക്കാർ തന്നെ അലക്കും. കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് സംവാദം വളരെ വിജയകരമായിട്ടുള്ള സതീശൻ ഇപ്പോൾ മൂരിക്കുട്ടന്മാരെയും പഴയ ജീർണിച്ച ജനങ്ങൾ തള്ളിക്കഴിഞ്ഞ, കോടതി തള്ളിക്കളഞ്ഞ ആ ശേഖരത്തിൽ നിന്നും പഴയതൊക്കെ എടുത്തുകൊണ്ട് വന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിൻ്റെ ദുർഗന്ധം കേരള രാഷ്ട്രീയം മുഴുവൻ വ്യാപിക്കുകയാണ്. പണ്ട് KC സെബാസ്റ്റ്യൻ ആൻഡ് കേരള പൊളിറ്റിക്സ്, ദി അബ്സേർഡ് ഡ്രാമ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയത് KC സെബാസ്റ്റ്യൻ. അപ്പോൾ അതുപോലെ തന്നെ കേരള രാഷ്ട്രീയം ഒരു അസംബന്ധ നാടകം. അന്ന് കുറച്ചെങ്കിലും നിലവാരം ഉണ്ടായിരുന്നു. അതിലും താണു വന്നിപ്പോൾ ഒരു A സർട്ടിഫിക്കറ്റ് ഉള്ള, K. മുരളീധരൻ ശരിയായിട്ട് പറഞ്ഞ പോലെ A സർട്ടിഫിക്കറ്റ് ഉള്ള രാഷ്ട്രീയമായിട്ട് മാറിയിരിക്കുകയാണ്. ഇവിടെ തരം താണുപോയി, നിലവാരം താണുപോയി.
ഇങ്ങനെയുള്ള ഈ പേര് ദോഷം വന്ന നേതാക്കന്മാരെ നിങ്ങളങ്ങ് പുറത്തെടുക്കണം. പുകഞ്ഞ കൊള്ളി പുറത്ത്. അതാണ് ആദ്യം ചെയ്യേണ്ട സത്കർമ്മം. എന്നിട്ട് വേണം മറ്റുള്ളവരെ ഉപദേശിക്കാൻ. മുകേഷ് ഇങ്ങനെ രാജിവെക്കണമെന്ന് പറഞ്ഞ് മുകേഷിൻ്റെ വീട്ടിലേക്ക് പ്രകടനം ഘോഷയാത്രയായിട്ട് നടത്തിയിട്ടുള്ളവരല്ലേ? അപ്പം നിങ്ങൾ പറഞ്ഞ വാക്കിന് 5 പൈസയുടെ കാലണയുടെ വിലയുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടതല്ലേ? എന്നിട്ട് പിന്നെ വാദിക്കാൻ നിൽക്കുക. ഇന്ന് കൃഷ്ണകുമാറിന് ഇതുണ്ടെന്നും അതിന് നിങ്ങൾക്കെന്ത് വേണം? നിങ്ങളുടെ ഒരാൾക്കുണ്ടോ ഇത്, അദ്ദേഹത്തിനെ പുറത്താക്കണം. അതാണ് ചെയ്യേണ്ടത്. കൃഷ്ണകുമാറിന് ഇങ്ങനെ ബന്ധവും അയാൾ MLA ആണോ? സി കൃഷ്ണകുമാർ, പാലക്കാട്ടുകാരൻ. ആ പാർട്ടി എത്ര വർഷം മുൻപുള്ള 14 വർഷം മുമ്പത്തെ കേസ്. അപ്പൊ ഒന്നുമില്ലെന്ന് അതിന്റെ സാരം ജനങ്ങൾ മനസ്സിലാക്കുന്നത് ഏതോ ഒരു പെണ്ണ് സ്വത്തിന്റെ കിട്ടാത്തതിന്റെ കോപത്തിന് അങ്ങനെ പറഞ്ഞു. ബന്ധുക്കൾ തമ്മിലുള്ള ഒരു വഴക്കാതെ ഇവിടെ എല്ലാം കേൾക്കുന്നു. ഞങ്ങളുടെ ഓഫീസിൽ തന്നെ പറഞ്ഞ ഒരു പെണ്ണ് അവധി കൊടുക്കത്തില്ലെന്ന് ബോസ് പറഞ്ഞപ്പോൾ പെണ്ണ് പറഞ്ഞു, പേരൊന്നും പറയണ്ട, പറഞ്ഞത് നിങ്ങൾക്കെതിരെ ഞാൻ പീഡനത്തിൽ കേസ് കൊടുക്കും. അപ്പൊ ഇങ്ങനെ ഭീഷണിപ്പെടുത്താനുള്ള ഒരു ആയുധമായിട്ട് ഉപയോഗിക്കുന്ന ധാരാളം സ്ത്രീകളുണ്ട്. അങ്ങനെയുള്ള സ്ത്രീകളൊക്കെ ജയിലിൽ കിടക്കുന്നുമുണ്ട്, കോടതി പിടിച്ച് ശിക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ധർമ്മധൈര്യം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ പെണ്ണ് VD സതീശ് അതിലൊരു ബോംബായാണ് കാണുന്നത്. മറ്റുള്ളവരെ തകർക്കാനുള്ള ഒരു ബോംബായിട്ടാണ് VD സതീശ്. നിലവാരം താണ രാഷ്ട്രീയം. ആദ്യം അദ്ദേഹം സത്യസന്ധമായിട്ട് ചെയ്യേണ്ട, തന്റെ എത്ര വലിയ സുഹൃത്താണെങ്കിലും അദ്ദേഹത്തിനെ ഇപ്പൊ ക്യാപിറ്റൽ പണിഷ്മെന്റിന് ശിക്ഷിക്കുകയൊന്നും അല്ലല്ലോ. നീ ഒന്ന് പുറത്തു നിൽക്കുക തൽക്കാലം എന്ന് പറഞ്ഞിട്ട് ഇത്തരം കാര്യങ്ങൾ കൃത്യമായി ശശി തരൂർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ പറയാൻ പ്രയാസമായിരിക്കും. കാരണം ഇവർ പറയുന്ന CPM-ന്റെ ഉദാഹരണം, CPM-ന് കുഴപ്പമില്ല. CPM-നെ അതേപടിയാണ് അവർ സ്വീകരിക്കുന്നത്. CPM-ന്റെ ഒളിവ് കാലത്ത് നടന്നിട്ടില്ലേ ഇതുപോലുള്ള സംഭവങ്ങൾ? പച്ച പരമാർത്ഥമല്ലേ അത്? ഒളിവിലെ ജീവിതം, കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് സാമ്രാജ്യം, പ്രോളിറ്റേറിയൻ ഡിക്റ്റേറ്റർഷിപ്പ് ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടി അവിടെ ഒളിച്ചു പോയിരുന്നവരിൽ നിന്ന് ഇതുപോലെ പാവപ്പെട്ട ദളിതരായിട്ടുള്ള വീടുകളിൽ പോയി അവരുടെ ഭക്ഷണം കൊണ്ട് കപ്പ, അങ്ങനെ പാവപ്പെട്ട ആൾക്കാരെ അവരുടെ കൂടി സമ്മതത്തോടു കൂടി തന്നെ ഉഭയസമ്മതപ്രകാരം തന്നെ ഈ കാര്യങ്ങളൊക്കെ നടന്നിട്ടില്ലേ? അവരൊരിക്കലും ഇവരെ ഒറ്റുകൊടുത്തിട്ടില്ലല്ലോ, ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ലല്ലോ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. തോപ്പിൽ ഭാസിയുടെ ഒളിവിലെ ഓർമ്മകളിൽ പോലും ഇത് പറയുന്നില്ല. അല്ലാതെ തന്നെ നമുക്ക് ബോധ്യമായിട്ടുള്ള ജനങ്ങൾക്കിടയിൽ അറിയാവുന്ന കാര്യങ്ങളുണ്ടല്ലോ, എത്രയോ കാര്യങ്ങൾ. ആരും കുറ്റപ്പെടുത്താറുമില്ല. അവർ ത്യാഗം സഹിച്ച സഖാക്കളായിരുന്നു. അതുകൊണ്ടാണ്. അല്ല സുഖലോലുപമായ ജീവിതത്തിന്റെ ഭാഗമായിട്ട് ചെയ്ത തെറ്റല്ലത്. അതിൻ്റെ വ്യത്യാസവും നമ്മൾ തിരിച്ചറിയണം. മാനുഷികമായിട്ടുള്ള വികാരങ്ങളുടെ ചില സമയങ്ങളിലുള്ള ഒരു പ്രതിപ്രവർത്തനം മൂലം ഉണ്ടായിട്ടുള്ള ഒരു കെമിസ്ട്രിയാണ് അത്. ഇതുമായിട്ട് വളരെ വ്യത്യാസം. ഇത് പണത്തിന്റെ അഹങ്കാരം. രാജീവ് ചന്ദ്രശേഖരനെ പോലെ അതിനേക്കാളും പണമുള്ള ഒരാളാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അടൂരിൽ. വലിയൊരു കുടുംബത്തിലെ വ്യവസായങ്ങളും വാണിജ്യവും ഒക്കെ ആയിട്ട് വരുന്ന ഒരു കുടുംബത്തിലെ അംഗമാണ്. അപ്പോൾ ആ ചോരത്തിളപ്പിൻ്റെയും യൗവനത്തിൻ്റെയും ഒക്കെ ഒരു ഫലമായിട്ടുണ്ടായിട്ടുള്ള ചൂഷണം അല്ലെങ്കിൽ സൗഹൃദം ഇപ്പോഴത്തെ ജീവിത രീതികൾ എങ്ങനെ കുത്തഴിഞ്ഞ പുസ്തകം പോലെയാണല്ലോ. അപ്പോൾ ആ രീതിയിലുണ്ടായിട്ടുള്ള ഒന്ന് അത് തെറ്റ് തന്നെയാണ്. പ്രായമായവരാണ് ഇവിടെ വോട്ടർമാർ കൂടുതലും ഉള്ളത്, പക്വതയുള്ളവരാണ്. അവരതിനെ കാണുന്നത് വഴിപിഴച്ച ഒരു പോക്കായിട്ട് മാത്രമേ ഉള്ളൂ. പെണ്ണ് പിഴച്ചോ എന്നുള്ളത് ഇവിടെ പ്രശ്നമല്ല. കാരണം എന്താണ്? അവിടെ സ്ഥാനാർത്ഥിയല്ല, മുഖ്യമന്ത്രി പദമോഹിയുമല്ല. കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രി പദം വരെ എത്താവുന്ന പ്രായക്കുറവുള്ള ഈ തുടർച്ചയായി BJP അനുകൂല പ്രസ്താവനകൾ നടത്തിയ പശ്ചാത്തലത്തിൽ ശശി തരൂർ തിരിച്ചറിഞ്ഞോ ഇനിയൊരു സ്ഥാനം അല്ലെങ്കിൽ ഒരു മത്സരത്തിലേക്ക് സീറ്റ് നൽകുന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസ് കടക്കില്ലെന്നൊരു ചിന്ത കോൺഗ്രസ് അതിപ്പോ ഏറെക്കുറെ കോൺഗ്രസിലെ VD സതീശനും അതുപോലെ തന്നെ KC വേണുഗോപാലിനും ഒഴികെ ബാക്കി എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട്. അല്ല, ശശി തരൂറിന് സീറ്റ് കിട്ടില്ലെന്ന് അദ്ദേഹത്തിന് ഒരു ബോധ്യമുണ്ടോ? ശശി തരൂരിന് സീറ്റ് കിട്ടുന്നതിലല്ലല്ലോ. അദ്ദേഹത്തെ പോലെ ഒരാൾ MP സ്ഥാനത്ത് നിന്ന് MLA ആയിട്ട് എന്താ കാര്യം? മുഖ്യമന്ത്രി തന്നെ ആവണം. കേരളത്തിൽ ഒരുപാട് പേര് ആഗ്രഹിച്ചിട്ടുണ്ട്. അദ്ദേഹം AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചത് തന്നെ ഒരുപാട് പേരുടെ ഉപദേശപ്രകാരമാണ്. അതിനു മുമ്പ് അദ്ദേഹം MP സ്ഥാനത്തേക്ക് മത്സരിച്ചത് പലരുടെയും ഉപദേശപ്രകാരമാണ്. അങ്ങനെയൊക്കെയാണ് അദ്ദേഹം, അല്ല സ്ഥാനമോഹം കൊണ്ടല്ല. പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ഇതിലെ ഏറ്റവും സർവ്വസമ്മതനായിട്ടുള്ള നേതാവ്, പിണറായിയേക്കാളും ഉയർന്ന സ്കോറുള്ള നേതാവ് ഇദ്ദേഹത്തിന് ആയിരുന്നു. അങ്ങനെ ഒരു വിവരമുള്ള ഒരാൾ, ഇദ്ദേഹത്തിൻ്റെ പേരിൽ നേരത്തെ കേസിൽ പ്രതിയാണ് ഇദ്ദേഹം. പെണ്ണ് കേസുകൾ ഉണ്ടായിട്ടുണ്ട്, ആരോപണം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ സെറ്റ് ഷെയർ എന്ന് പറഞ്ഞിട്ട് വിയർപ്പ് ഓഹരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സാമ്പത്തികവും അതുപോലെ തന്നെ കനകവും കാമിനിയും പരമായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ടുള്ള ആളുമാണ് അദ്ദേഹം. പക്ഷേ ഒരു സ്റ്റേച്ചറുള്ള ഒരു നേതാവ്, ഇന്റർനാഷണൽ സ്റ്റേച്ചറുള്ള ഒരു നേതാവ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവുക എന്ന് പറഞ്ഞ് ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ EMS-ന് പോലും ആ സ്ഥാനം അലങ്കരിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു മുഖ്യമന്ത്രി വരുന്നതിനെ കേരളം, പ്രത്യേകിച്ചും ഒരു കേരളം തിരുവനന്തപുരം ഒക്കെ സ്വാഗതം ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ആ ചാൻസിൽ ഇനിയിപ്പോൾ ശശി തരൂർ വന്നാലും രക്ഷയില്ലാത്ത തരത്തിലായി കഴിഞ്ഞു. തന്നെയല്ല,
കോൺഗ്രസിൽ ഇപ്പം തന്നെ കശപിശയാണ് ഈ പദവിക്ക് വേണ്ടി. അപ്പം ഇതിനിടയ്ക്ക് കിടന്ന് മത്സരിക്കാൻ നുരയാൻ താനില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസ് പഠിക്കൽ കൊണ്ടിട്ട് അവർക്ക് കിട്ടിയ സുവർണ അവസരം അതാണിപ്പോൾ അവർ കളഞ്ഞു കുളിച്ച് ഇരിക്കുന്നത്. അത് മൂന്നാം പിണറായി സർക്കാരിൻ്റെ ഒരു വരവിന് ഉള്ള ഒരു സംഭവമായിട്ട് അത് മാറ്റിയിട്ടുണ്ട്. അത് എങ്ങനെയായാലും ശരി, അത് ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. അതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. തന്നെയല്ല, ഈ ക്രൈംബ്രാഞ്ച് കേസ് വന്നതോടുകൂടി നല്ല ശരിക്ക് കശക്കി എറിയും രാഹുൽ മാങ്കൂട്ടത്തിനെ. പലതും പുറത്തു വരും. ഇതൊക്കെ തെരഞ്ഞെടുപ്പ് സമയത്ത് വീണ്ടും പുറത്തു വരും. തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ ഇതിൻ്റെയൊക്കെ റെവലേഷൻസ് ഉണ്ടാവും. അതാണ് ശരിയായിട്ടുള്ള ബോംബ്. അല്ല ഇദ്ദേഹം VD സതീശൻ പറഞ്ഞ ആറ്റം ബോംബെന്ന് പറയുന്നത് ഒരു ചീറ്റ് ബോംബായിട്ട് പോയി. കോൺഗ്രസിനും കൂടെ ഇങ്ങനെ നാറ്റക്കേസുകളിലേക്ക് ഇങ്ങനെ പോയിട്ട് കാര്യമില്ല. അത് സന്ദീപ് വാര്യരുടെ ബുദ്ധിയാണ്. സന്ദീപ് വാര്യർ പറഞ്ഞു കൊടുത്ത് കോൺഗ്രസിനെ ഒന്നുകൂടി നാറ്റിച്ചു. ആ മനുഷ്യൻ ഒന്നുകൂടി നാറ്റിച്ചു. അതാണിപ്പോൾ ചെയ്തത്. അത് എൻ്റെ പുറകെ കാളയുടെ കയറും പിടിച്ചുകൊണ്ട് പോകേണ്ട കാര്യമില്ലായിരുന്നു. അവർ കാള പറ്റുമെന്ന് കേട്ട് കയറെടുത്തുകൊണ്ട് പോകണ്ടേ. ഇത് കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിനെതിരെ ഉപയോഗിക്കപ്പെട്ട ഒരു ആയുധമാണ്. ചീറ്റിപ്പോയൊരു പടക്കമാണ്. അത് വഴിയിൽ നിന്നെടുത്ത് വീണ്ടും പൊട്ടിക്കാൻ നോക്കിയാൽ പൊട്ടു. എനിക്കറിയില്ല. അപ്പോൾ തെറ്റായ വഴി ഇപ്പോൾ ശശി തരൂരും പിന്മാറിക്കഴിഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു. കോൺഗ്രസിൻ്റെ പരാജയം അദ്ദേഹവും മനസ്സിലാക്കി.